ഒലിപ്പിച്ചോണ്ട് തെണ്ടി ഇടി വിളിക്കാൻ. നീ ഇവിടെ കിണായിരുന്നല്ലേ? ഒരു മിനിറ്റ് ഏട്ടാ. എന്നാ ഒരു മിനിറ്റ് പോടാ. ഇത്ര ഫോൺ എടുക്കാത്ത ഞാൻ കണ്ടില്ല. എത്ര നേരം വിളിക്കണം. ഇങ്ങോട്ട് വന്നേ. നീ സിക്സ് പാക്ക് ഉണ്ടാക്കണ നാട്ടുകാർ തന്നെയാണോ? എന്താടാ ഒരു പേര് പൊട്ട കളിക്കരുതട്ടാ. നീ ഇന്നലെ അടി ഉണ്ടാക്കിയില്ലേ? ആദ്യം അവന്മാരെ പ്രശ്നം ഉണ്ടാക്കിയ അപ്പൊ ഞാൻ അടിച്ചു. അതിനെന്താ? എന്റെ പൊന്ന ടോമെ, നീ ഇന്നലെ അടിച്ച ആരെയാണെന്ന് അറിയാമോ? എഡ്കറിന്റെ ടീമിനെയാണ്. ഏതെടുക്കരുത് കർത്താവേ, എഡ്കറിന് അറിയാൻ പാടില്ലെന്ന്. സൈക്കോണവൻ കൂട്ടാൻ പറ്റില്ലട്ടാ. എടാ ആകെ പ്രശ്നമാണ്. അമാരുള്ള വണ്ടി അന്വേഷിച്ചെടുപ്പുണ്ട്. ഭാഗ്യത്തിന് വണ്ടിയുടെ നമ്പർ അറിയാൻ പാടില്ലെന്ന് തോന്നുന്നത്. കളറും മോഡലും വെച്ചിട്ടാണ് വണ്ടി അന്വേഷിക്കണത്. എന്ത് ചെയ്യും? നമുക്ക് തൽക്കാലം വണ്ടി ഒന്ന് ഹൈഡ് ചെയ്താലോ? ഗുഡായിരിക്കും. എന്തിനാ വണ്ടിയൊക്കെ മാറണം? എടാ നിനക്ക് കുഴപ്പമില്ല. അവന്മാരുള്ള വീടെങ്കിലും കണ്ടുപിടിച്ചാൽ പ്രശ്നം കൂട്ടാ. മച്ചാനെ, സെൻസസ് എടുക്കുന്നവരെ അവർ വണ്ടി അന്വേഷിച്ചിരിക്കണത്. ആണോ? എന്നാ വണ്ടി തൽക്കാലം നമുക്ക് സ്റ്റീഫന്റെ കാര്യത്തിലേക്ക് മാറ്റിയാലോ? ആഹാ, നൈസ് ഐഡിയ മാൻ. താങ്ക് യു മാൻ. നൈസ് തിങ്കിങ്. എന്താ ടോം? അല്ല അത് ഞാൻ പറയാം. എന്റെ കൂട്ടുകാരൻ പുതിയൊരു വർക്ക്ഷോപ്പ് തുടങ്ങിണ്ടായിരുന്നേ. ദിയുടെ വണ്ടി ചിലപ്പോ കംപ്ലൈന്റ് ആയിട്ട് കിടക്കണല്ല. നമുക്ക് അങ്ങോട്ട് കിട്ടിയല്ല. കുഴപ്പമില്ല, ചീപ്പായിട്ട് ചെയ്യാൻ പറ്റേ? പിന്നെന്താ? ദിയ വണ്ടിയുടെ താക്കോല് കൊണ്ടുപോവാ. ഞങ്ങൾ കയറുന്നില്ല. അതെന്താ? വാ, ആദ്യമായിട്ട് വരല്ലേ? നമുക്ക് ഏറ്റവും വരെ വന്നിട്ടുള്ളതല്ലേ? അല്ല അതുകൊണ്ടല്ല, ടൈമില്ല. അവിടെ വർക്ക്ഷോപ്പ് കൂട്ടും. എടാ സ്റ്റീഫൻ എത്ര മണി വരെ അവിടെ ഉണ്ടാവും? സ്റ്റീഫൻ ചേട്ടൻ ഒരു 10 മണി വരെ ഉണ്ടാവും അല്ലേ? 10 മണി വരെ ഉണ്ടാവും. അപ്പൊ ധാരാളം സമയല്ലേ? വാ, 5 മിനിറ്റ് അപ്പേ പരിചയപ്പെട്ടിട്ട് പോവാം. എന്തൊരു അമ്പലം, എന്തൊരു പ്രതിഷ്ഠയാണ്. കൊള്ളാക്കരുത്. അവന് കോമഡി ഇഷ്ടമല്ലടാ. നിങ്ങൾ ഇരിക്കൂ. അതേ വരുന്ന മെയിൻ പ്രതിഷ്ഠ. അപ്പ കാലക്കുന്നിലപ്പൻ. ഇത് ടോം. ഹായ്. ഹായ്. ഞാൻ ചായ എടുക്കാം. ഓക്കെ. ഓ താങ്ക് യു സാർ. താങ്ക് യു. അച്ഛനാണ് അത്. ആകെ മൊത്തം ഒരു മിസ് മാച്ചിങ്. ഓക്കാണ് ഒരു ചിങ്കി ലുക്കും. അത് അമ്മ ഹിന്ദിക്കാരത്തെയും അപ്പം കൊച്ചിക്കാരനാണ്. ഓ, ഇന്റർനാഷണലി. എന്നിട്ട് അല്ലട ഒരു ഇന്റർകാസ്റ്റേ. അത് തന്നെ ലോക്കായതാണ്. എന്താ? ഒന്നുമില്ല, നമ്മള് പരിചയപ്പെടില്ലെന്ന് പറഞ്ഞായിരുന്നു മര്യാദക്ക്. ടോമിനെ കുറിച്ച് ദിയ പറഞ്ഞിട്ടുണ്ട്. ഇവരൊക്കെ അങ്കിൾ ഐ ആം ടോണി. ഇത് കാപ്ര. ഡികാപ്രിയോ. എന്താ എല്ലാവരും കൂടി? അങ്കിൾ ഒന്നുമില്ല, ദിയുടെ വണ്ടി റിപ്പയറിന് കൊണ്ടുപോകുന്നത്. നിങ്ങൾ ഇങ്ങോട്ട് വന്നത് നന്നായി. ഇല്ല, പോകുന്ന വഴിക്ക് ഇവർ 4-5 ഇടി കൂടി ഇടിച്ചേ. പിന്നെ അത് ദിയയുടെ വണ്ടിയല്ല, എന്റെ വണ്ടിയാ. അപ്പൊ അങ്ങളാണ് ഈ വണ്ടി ബാംഗ്ലൂർ കൊണ്ടുപോയി മോഡിഫൈ ചെയ്തത്? പിന്നെ അല്ലാതെ. അപ്പൊ അങ്കിൾ ഈ കാറിലൊക്കെ ക്രേസ് ഉണ്ടല്ലേ? കാറിനേക്കാൾ കൂടുതൽ ട്രാവലിംഗ്. ഐ വാസ് എ വാഗബോണ്ട്. ഓ, വാഗബോണ്ട്. ഞങ്ങൾ പോയിട്ടുണ്ട്. നല്ല തണുപ്പാണ് അവിടെ. പിന്നെ ഒടുക്കത്തെ കോട. വാഗബോണ്ട് ഒരുപാട് യാത്ര ചെയ്യുമായിരുന്നു. ഓ, ട്രിപ്പിംഗ് പൊളി. ഞങ്ങൾ ഹെവി ട്രിപ്പേഴ്സ് ആണ്. കൂടുതലും ഗോവയിലാണ്. ആ സൈഡൊക്കെ പിടിക്കാറുള്ളത്. കം ഗെറ്റ് അപ്പ് മാൻ. ഞാൻ കേട്ടത് ഗെറ്റ് ഔട്ട് എന്നാണ്. മച്ചാനത് നാട് കൂടത് നടന്നെ എപ്പത്തനാണത്. ഒട്ടല്ല അത്. സി 75 രാജസ്ഥാൻ, 80 കാശ്മീർ, പിന്നെ ഡെറാഡു. തുടങ്ങിയല്ല. ഇവിടെ വെച്ച ഞാൻ ഗുഡിയെ പരിചയപ്പെടുത്തുന്നു. ഗുഡിയ അതാരാണ്? ദിയയുടെ അമ്മ. ഓ, അങ്കിള് പഴയ ഫ്രീക്കാരത്തല്ലേ? അതുകൊണ്ടാ ഇപ്പൊ കേസില്ല വക്കീലായത്. ടോ, ഇതായിരുന്നു എന്റെ വണ്ടി. പക്ഷേ വിൽക്കേണ്ടി വന്നു. ഇപ്പോഴത്തെ വണ്ടിയും വലിയ കുഴപ്പമില്ല അല്ലേ? പെർഫോമൻസ് ഒക്കെ കൊള്ളാം. അതെ അതെ. പക്ഷെ കളർ എത്ര പോരാ പോരെ അല്ലേ? പോരാ പോരാ. അതെ. കളറിന് എന്താ പ്രശ്നം? നല്ല കളറല്ലേ? അല്ല, കുറച്ച് ഗേളി കളറാണ്. ആണോ? ആണോ? അല്ലേ? ആണോ? അതെ 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 അതെ. ആ, വേണമെങ്കിൽ കളർ മാറ്റാം. ഞാൻ ഓടിക്കാം. ഇടിക്കൂലെന്ന് ഓടാർക്കടം ഞാൻ ടോം പറഞ്ഞ ശരിയാ. കളർ പോരാ. ഒരു കാര്യം ചെയ്യ്, കളർ അങ്ങ് മാറ്റിക്കോ. ഓക്കെ അങ്കിൾ, മാറ്റാം. ബ്ലാക്ക് കളറായ നന്നായിരിക്കും. അത് പൊളിയായിരിക്കും. ഫ്രണ്ട് 2 സ്കള്ളും കൂടി പിടിപ്പിച്ച പഞ്ചായിരിക്കൂലേ? ഏയ് അതൊന്നും വേണ്ട, ബ്ലാക്ക് മതി. മതി. അപ്പൊ ശരി അങ്കിൾ,
ഞങ്ങൾ ഇറങ്ങട്ടെ. ഓക്കെ വർക്ക്ഷോപ്പ് പൂട്ടും. ശരി. എടാ ഞങ്ങളത് എടുത്തോളാം, നീ എടുത്തോ. ഞാൻ എന്റെ അമ്മോ. ഓ ഇത്രയും കുപ്പിയുണ്ടായി. എന്താ അത് വണ്ടിക്ക് ചില്ലാണ്ടായില്ല. അത് മനസ്സിലായി. ഇതൊക്കെ എന്താണെന്ന് അത് ചിപ്പ ചേട്ടാ വണ്ടി റൂമിലെ ഒരു ടൂർ വണ്ടി കൊണ്ടേ കുറച്ച് അലമ്പ് പിള്ളേര് അവര് വലിച്ചെറിഞ്ഞാണ്. എന്നിട്ട് നീയും ചെയ്തില്ലേ? ഇല്ല. കളിപ്പാണാ പിടിച്ചിറക്കി 4 പൊട്ടിക്കണ്ടേ? എന്റെ പൊന്നു പോയി കൊച്ചു പിള്ളേരായിരുന്നു. അതിന് ഇവന്മാരൊക്കെയാണ് വളർന്നു വലുതാവണത്. പഞ്ഞിക്കിടണം. ഒന്ന് പോവായി. ഇതാരാണ്? അത് നമ്മുടെ ടോമിന്റെ കൂട്ടുകാരന്റെ വണ്ടിയാണിത്. ടോമിനെ അറിയാൻ പാടില്ലേ? എനിക്കറിയാൻ പാടില്ല. അല്ല ഇതേതാണ് ഈ സാധനം? ഇത് നമ്മുടെ കമ്പനിക്കാരനാണ് ടോണി. ടോമെ ഇത് സ്റ്റീഫൻ ചേട്ടൻ. സ്റ്റീഫൻ ചേട്ടാ, വണ്ടി മൊത്തത്തിലൊന്ന് റെഡിയാക്കണം. അതെ. പിന്നെ കളർ മാറ്റി ബ്ലാക്ക് ആക്കണം. ബ്ലാക്ക് അടിക്കാം. അതെ, രസമായിരിക്കും. അതെ, ചെറിയ ലുക്കായിരിക്കും. പിന്നെ മാറ്റാണ ക്ലോസ് ചെയ്യണ? ക്ലോസ് രസമായിരിക്കും. മാറ്റ് മതി. മാറ്റി മതി. നമുക്ക് ഫ്രണ്ടിലേ 2 സ്കൾ പിടിപ്പിക്കാം. രസമായിരിക്കും. വേണ്ടല്ലേ? സ്കള് വേണ്ട. സ്കള് വേണ്ട. സ്കള് വേണ്ട. സ്കള് വേണ്ട. വേണ്ടേ? വേണ്ട. എന്നാ വേണ്ട. പൊളിച്ചെടുക്കോ? ഹിന്ദി അറിയാൻ പാടില്ലെന്ന് വെച്ച് ക്ഷമിക്കാൻ അതിരുണ്ട്. আরে পানির তো পয়সা দাও বেলা করে সব কাম করে বলে যাও বেশি দন নিতে কিন্তু কি ভাবিস আপনি ഈ ആഴ്ച പണി കുറച്ച് കൂടുതലാ. ശനി ഞായർ ചൊവ്വ തിങ്കൾ ഒരു ബുധനാഴ്ച പഠിക്കാം. അത് കുഴപ്പമില്ല. പിന്നെ സ്റ്റീഫൻ ചേട്ടാ ഇത് ചെറിയൊരു കലിപ്പിലെ വണ്ടി ചേർന്നാണ്. അപ്പൊ റിപ്പയറിംഗ് മാത്രമല്ല ഇവിടെ പിന്നെ സേഫ് ആയിരിക്കുമല്ല. കലിപ്പാണല്ലേ? ചെറുതായിട്ട്. ഇപ്പോടാ ഒക്കോ ചെല്ലേ പഴയ കലിപ്പാണ്. ഒരു പട്ടി കുഞ്ഞുകൂടി ഞാൻ തീർൂല. എങ്കിൽ കൊള്ളാം. ഇതെന്ത് ചെയ്ത്? നീ വീട്ടിൽ കൊണ്ട് കുറച്ച് അച്ചാറുണ്ടെങ്കിൽ പുഴുങ്ങി തന്നെ പത്രത്തിനും അതിരില്ല. ഫോണില്ലേ കുടിച്ചാത്തൻ? തോമസ് സാറിന്റെ വീടല്ലേ? പുറത്ത് ബോർഡ് കണ്ടില്ലേ? അഡ്വക്കേറ്റ് KR ഈശ്വരൻ. അല്ല, തോമസ് സാർ അപ്പൊ ഇവിടെയല്ലേ താമസിക്കുന്നത്? ഇയാൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇതല്ല. അല്ല, ഇതാന്നാ പറഞ്ഞേ. ആ വണ്ടി കച്ചവടമൊക്കെ ചെയ്യണ തോമസ് സാറേ. എടോ, തോമസ് എന്നുള്ള ഇവിടെ താമസമില്ല. നിങ്ങൾ അപ്പുറത്തേക്ക് ചെന്ന് അന്വേഷിക്കും. സാർ ഇവിടെ ഒറ്റയ്ക്കാണ് താമസം? അല്ല, മക്കളാരുമില്ലേ അത്? എടോ, ഇയാൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ചെല്. വാടാ. നമ്മൾ ആദ്യം എവിടെ വെച്ചാ കണ്ടത്? നമ്മള് മോളി വെച്ചല്ലേ ആദ്യം കണ്ടത്? അല്ല, ഞാൻ ടോമിനെ അതിനു മുമ്പ് കണ്ടിട്ടുണ്ട്.
Thank you.